ഹായ് ഹലോ തന്മ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. 3 മീറ്ററിൻ്റെ മെറ്റീരിയലാണ്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ്. മീഷോയിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇത് കോട്ടൺ ലൈനിങ് 2 മീറ്റർ ലൈനിങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇത് 12 ഇഞ്ച് വീതിയിൽ മെറ്റീരിയൽ ആദ്യം രണ്ടായിട്ട് മടക്കി ഇടുക ചെയ്യണത്. ഇതേ അളവിൽ കോട്ടൺ മെറ്റീരിയലും എടുത്ത് 12 ഇഞ്ച് വീതിയിൽ രണ്ടായിട്ട് അതിൻ്റെ പുറത്ത് മടക്കിയിടണം. ഞാൻ എപ്പോഴും രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യണത്. അതിങ്ങനെ കറക്റ്റായിട്ട് ഒരുപോലെ മടക്കിയിട്ടിട്ട് രണ്ടും നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയൽ മാറിപ്പോകരുത്. ഒരുപോലെ വെച്ച് നന്നായിട്ട് മടക്കി അയൺ ചെയ്ത് എടുത്തിട്ട് നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. ആദ്യം ലെവൽ ചെയ്ത് കൊടുത്തിട്ട് കഴുത്തകലം 2 ഇഞ്ചാണ് ഇതെടുക്കുന്നത്. ഞാൻ ഒരു 20 ഇഞ്ച് വണ്ണമുള്ളൊരു കുഞ്ഞിനാണ് കേട്ടോ ഫ്രോക്ക് തയ്ക്കുന്നത്. അപ്പോൾ കഴുത്തകലം 2 ഇഞ്ച്, ഷോൾഡർ 2.25, ആം ഹോൾ 4 ഇഞ്ച് എടുക്കണുണ്ട്. ഇതിൻ്റെ വണ്ണം എടുക്കുന്നത് 5.25 ഇഞ്ച് വണ്ണം, 1.5 ഇഞ്ച് സീം അലവൻസ്, ബോഡി ലെങ്ത് 10.5 ഇഞ്ച്, 5.5 ഇഞ്ച് വണ്ണം കൊടുക്കണം. അതിന് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് 26 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൽ 12 ഇഞ്ച് വീതിക്ക് നമ്മൾ മടക്കിയിട്ട് അതേപോലെ എടുത്ത് കറക്റ്റായിട്ട് ഷേപ്പ് വരച്ച് കൊടുത്ത് ആം ഹോളും നന്നായിട്ട് കറക്റ്റ് നമ്മൾ വരച്ചെടുത്ത് കഴിക്കണം. അതിൽ ഒരു 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. കഴുത്തിറക്കം 2 ഇഞ്ച് കഴുത്തിറക്കം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോട്ടം ഇതുപോലെ ഷേപ്പായിട്ട് വരച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സിബ് വയ്ക്കാൻ വേണ്ടി ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് ബാക്ക് കട്ട് ചെയ്തെടുക്കണേ. നമ്മൾ ബാക്കിൽ സിബ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു ഫിഷ് കട്ട് മോഡലിലെ ഫ്രോക്കാണ് നമ്മൾ ചെയ്യണേ. അതിൽ ഒരു സൈഡ് അപ്പോൾ നമ്മൾ കുറച്ച് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ലൈനിങ്ങിൻ്റെത് മാത്രമേ ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മെയിൻ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിൽ നമ്മൾ 26 ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ ഇതിൽ 21 ഇഞ്ച് ആണ് ആ ഷേപ്പായിട്ട് കട്ട് ചെയ്യാം. പക്ഷെ അത് കറക്റ്റ് അല്ല കേട്ടോ. അത് 25 കുറച്ചും കൂടെ ഒരു 3 ഇഞ്ചും കൂടെ കയറ്റി കട്ട് ചെയ്തെടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഇറക്കം കറക്റ്റ് ആകാത്തതുകൊണ്ട് ഞാൻ ഒരു 3 ഇഞ്ച് കയറ്റി കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ 21 ഇഞ്ചിലാണ് ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നില്ല, ലൈനിങ് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ ഫ്രില്ലാണ് ആ സൈഡ് ഫുള്ള് നമ്മൾ വച്ച് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്രില്ലിനാണ് കട്ട് ചെയ്യണത്. ഇതൊരു 6 ഇഞ്ച് വീതിയിൽ ബാക്കി നമുക്ക് ആവശ്യമുള്ള ഫ്രില്ലിന് വേണ്ടി ഞാൻ ഫുള്ളും കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലേസാണ് കേട്ടോ അത് വയ്ക്കുന്നത്. കഴുത്തിൽ ആ ലേസാണ് വയ്ക്കുന്നത്. അതിൻ്റെ കഴുത്ത് ആദ്യം നമ്മൾ ലൈനിങ് ഇട്ട് മടക്കി അടിച്ച് പതിച്ച് കൊടുക്കണം. ഫ്രണ്ട് പതിച്ചടിച്ചതിന് ശേഷം ഇതിന് നമ്മൾ ഫ്രണ്ടിൽ ലേസ് വെച്ച് തയ്ക്കണം. നമ്മൾ നേരത്തെ എടുത്ത ലേസ് അത് വെച്ച് ആദ്യം മേളിൽ ഒരടി അടിച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് പതിച്ച് അടിച്ചു കൊടുക്കണം നമ്മൾ. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് നമ്മൾ തയ്ച്ചെടുത്ത് ലൈനിങ് അടിച്ച് മറിച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഇൻവിസിബിൾ സിബാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അത് അടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നോക്കി നമ്മൾ ആവശ്യത്തിന് സിബിൻ്റെ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം, ഇൻവിസിബിൾ സിബ് നമ്മൾ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ അത് മറിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ചെയ്യണത് ഇതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ഒരു മാർക്കിംഗ് കൊടുക്കും. ആ ലെവൽ വെച്ച് 2 സൈഡിലും ആ ഒരു ലെവലാണ് ഞാൻ കറക്റ്റായിട്ട് എടുത്ത് അടിച്ച് മറിച്ചെടുത്ത് അതിൻ്റെ എൻഡ് ആ കൂട്ടിയടിച്ച് നമ്മൾ ബാക്ക് കൂട്ടിയടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് നോക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ എൻഡിലുള്ള ബാക്കി പോർഷൻ മടക്കി അടിച്ച് ആ കഴുത്തിനോട് പതിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഷോൾഡർ തമ്മിൽ ഒരുമിച്ച് അകത്ത് വെച്ച് നല്ല ഭാഗവും തമ്മിൽ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഷോൾഡർ കൂട്ടി അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് കഴുത്തിൽ കൂടെ ഒരടിയും കൂടെ പതിച്ചങ്ങ് കൊടുക്കുക. അപ്പോൾ കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് ഇത് വലിയ ഒരു 4th സ്റ്റിച്ച് 4th ഈ ലൈനിങ്ങും മെറ്റീരിയലും കൂടെ ഞാൻ ഒരുമിച്ച് അടിച്ച് കൊടുക്കും. കാരണം നമ്മൾ ഫിഷ് കട്ടിന് നേരത്തെ ലൈനിങ് കട്ട് ചെയ്തപ്പോഴത്തേക്കും മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുത്തിട്ടില്ലായിരുന്നു. അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫുള്ളും 4th സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് വലിയ സ്റ്റിച്ചായിട്ട് അടിച്ച് കറക്റ്റായിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ലൈനിങ്ങിൻ്റെ ആ ഷേപ്പിൽ നമ്മൾ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും
മാറിപ്പോവില്ല, എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിലിനി നമ്മളിനി പ്ലീറ്റിൻ്റെതാണ് ഞാൻ അടുത്തടിക്കാൻ പോണത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ എൻഡ് നമ്മൾ ചുരുട്ടി കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. ഫുള്ളും അത് ഇതിൽ കാണിക്കും പോലെ നമ്മൾ എൻ്റെ എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് അടിക്കണം. ഫോർത്തിലിട്ടിട്ട് അടിച്ചാൽ മതിയാവും. എന്നിട്ട് ഇത് വലിച്ച് നമ്മൾ സാധാരണ പ്ലീറ്റ് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ ആം ഹോളിൽ നമ്മളൊന്നും വെച്ച് അടിച്ചിട്ടില്ലായിരുന്നു. അത് നമ്മൾ 1.5 ഇഞ്ച് വീതിക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ചീത്ത ഭാഗത്ത് വെച്ച് അടിച്ച് മടക്കി ഫ്രണ്ടിലോട്ട് വരണം. ഇത് ഞാൻ സ്പീഡിനാണ് ഓട്ടിച്ചിട്ട് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതാകുമ്പോൾ ആം ഹോൾ നന്നായിട്ട് കവറായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും. അതെല്ലാം 2 സൈഡും ഞാൻ അടിച്ച് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വണ്ണം കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തതുപോലെ അതിൽ 2 സൈഡിലും വണ്ണം നമ്മൾ അടിച്ച് ഫുള്ളും കവർ ചെയ്ത്, അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, എനിക്ക് മറന്നുപോയി കേട്ടോ. ഇതിൽ നമ്മൾ ആ പ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഫ്രില്ല് ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിൽ ഫിഷ് കട്ടിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ ഫ്രില്ല് കംപ്ലീറ്റും ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലൊരു ബെൽറ്റാണ് കേട്ടോ അടിക്കുന്നത്. അതിന് 2 ഇഞ്ച് വീതിയിൽ ഒരു മെറ്റീരിയൽ എടുത്ത് കൂട്ടി അടിച്ചെടുത്തിട്ട് അതിനാവശ്യത്തിനുള്ള നീളത്തിന് എടുത്താൽ മതി കേട്ടോ. അതിന് 2 സൈഡ് ഞാൻ ചുരുട്ടി അടിച്ചു കൊടുക്കുക ചെയ്യണത്. എന്നിട്ട് ഒരു സൈഡ് ഞാൻ അടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈന് വലിയ സ്റ്റിച്ചിലായിട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിൽ വലിച്ച് ഫ്രില്ലാക്കി എടുക്കുക ചെയ്യണം. നമ്മളൊക്കെ ആവശ്യത്തിന് നല്ല ചുരുങ്ങി ഫ്രില്ലാവുന്ന രീതിയിൽ അതിൽ ഫ്രില്ല് നന്നായിട്ട് വരണ രീതിയിൽ ഞാൻ ആക്കിയെടുക്കുക ചെയ്യണം. എന്നിട്ട് കഴുത്തിലടിച്ച ലേസിനെ ഇതിൽ വെച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ 5.5 ഇഞ്ച് നമ്മൾ ബോഡി വെടുത്ത് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്കൊരു 4.25 ഇഞ്ച് നീളത്തിന് ഇത് കിട്ടിയാൽ മതിയായിരിക്കും നമുക്ക്. അത് അളന്ന് നോക്കി കറക്റ്റ് 4.25 ഇഞ്ച് നീളത്തിൽ വരണ രീതിയിൽ അടിച്ച് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഞാൻ ഇത് ലേസ് ഒന്ന് പതിച്ചടിച്ചെടുക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു സൈഡ് കൊണ്ട് പൊങ്ങി നിൽക്കും. ഇത് അടിച്ചെടുത്തിട്ട് ആ എൻഡും കൂടെ ഞാൻ ചുരുട്ടി അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ ടാഗ് അടിക്കാൻ വേണ്ടി 1 ഇഞ്ചിൻ്റെ 2 പീസ് എടുത്തിട്ട് ഞാൻ ഇത് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 ടാഗ് ചെറുതായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. കാരണം ആ ബെൽറ്റിൻ്റെ 2 എൻഡിലായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി ആ 2 ടാഗ് അടിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് 2 ചെറിയ പീസും കൂടെ ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൽ. എന്നിട്ട് നമ്മൾ ബോഡി ലെങ്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതേ അളവിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഈ ചെറിയ 2 പീസ് വെച്ചടിക്കണം. എന്നിട്ട് ആ ബെൽറ്റിൻ്റെ 2 സൈഡിലായിട്ട് ഈ ടാഗ് വെച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ അത് വച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കറക്റ്റ് ആവണുണ്ടോ എന്നൊക്കെ. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആ ടാഗിൻ്റെ എൻഡിൽ ഒരു കോൺ ഷേപ്പിൽ ചുരുട്ടി അടിച്ച് അതും കൂടെ വെച്ച് പിടിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ബെൽറ്റ് കംപ്ലീറ്റ് ആവും. ആ സൈഡിൽ കൊടുത്തിട്ടുള്ളതിൽ കൂടെ ബെൽറ്റ് കയറ്റി ബാക്കിൽ കെട്ടിയിടുമ്പോഴത്തേക്കും ഫ്രോക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിലിട്ടേക്കാം. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിലെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.